നാളത്തെ കഴിഞ്ഞാൽ 27-ാം തീയതി അത് ഫൈനലാവും. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ 27-ാം തീയതി ആരംഭിക്കും. അതിൽ മൂന്നാം സീറ്റ് എന്നുള്ള വാദം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അതൊന്നും ഇപ്പം നമുക്ക് ഈ 27-ാം തീയതി കഴിയാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിൻ്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. 27-ാം തീയതി ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി. പിന്നെ ഇതിന് പാർട്ടികളുടെയൊക്കെ പാർട്ടി നേതൃത്വമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പല്ലേ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയല്ലേ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വെച്ച് മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അതിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പോൾ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറഞ്ഞു. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയുന്നത്. UDF സംതൃപ്തമാണ്. വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചില വാർത്തകളൊക്കെ, എല്ലാവരും അല്ല, ചിലരൊക്കെ ഇട്ട പോലത്തെ ഒരു വാർത്തകളിലേക്കും ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതൊന്നും ഇനി കൊടുക്കണ്ട, അതൊന്നും കൊടുക്കണ്ട, ഇനി അങ്ങനത്തെ വാർത്തകളൊന്നും കൊടുക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കണ്ടല്ലോ, അതൊന്നും നടക്കില്ല. എല്ലാം പോസിറ്റീവാണ്.